വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം നമ്മൾ പോകുന്നു. JSK സിനിമയ്ക്ക് പ്രദർശനത്തിന് അനുമതി. സിനിമയുടെ പുതിയ പതിപ്പിലെ മാറ്റങ്ങൾ CBFC അംഗീകരിച്ചു. YS അഭിനന്ദാണ് ചേരുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഒടുവിൽ അംഗീകരിച്ചിരിക്കുന്നു. CBFC പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ പുതിയ പതിപ്പിന് അനുമതി നൽകിയിരിക്കുന്നു സെൻസർ ബോർഡ് എന്ന വിവരമാണ് വരുന്നത്. അഭിനന്ദ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഒടുവിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാറ്റി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് നൽകിയ നിർദ്ദേശം ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ റീജിയണൽ സെൻസർ ബോർഡും ഇതുമായി ബന്ധപ്പെട്ട അംഗീകാരം നൽകിയിരുന്നു. 8 ഭാഗത്തായിരിക്കും പുതുക്കിയ പതിപ്പിൽ മാറ്റമുണ്ടാവുക. 6 പൂർണ്ണമായും മ്യൂട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാനകി എന്ന പേര് തുടർച്ചയായി അഭിസംബോധന ചെയ്യുന്ന ഭാഗങ്ങളിൽ 6 മ്യൂട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 നിങ്ങൾ എന്ന് മാറ്റിയിട്ടുമുള്ളതായിട്ടുള്ള പതിപ്പായിരുന്നു സമർപ്പിച്ചത്. ഇതിനകത്ത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് തന്നെ ടൈറ്റിലായി പുറപ്പെടുവിക്കുമെന്ന് തന്നെയായിരുന്നു അവസാനം വരെ അണിയർ പ്രവർത്തകർ വ്യക്തമാക്കിയത്. പിന്നാലെ സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ഒരു നിർദ്ദേശം വെക്കുന്നു. ആ ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് റീസെൻസറിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അണിയർ പ്രവർത്തകർ കടന്നത്. റീ എഡിറ്റിംഗ് ജോലികളെല്ലാം പൂർത്തീകരിച്ച് ഇന്നലെയാണ് തിരുവനന്തപുരത്തെ റീജിയണൽ സെൻസർ ബോർഡ് ഓഫീസിലേക്ക് റീസെൻസറിങ്ങിന് വേണ്ടി പതിപ്പ് അയച്ചത്. ഇന്നലെ തന്നെ തിരുവനന്തപുരം റീജിയണൽ സെൻസർ ബോർഡ് പൂർണ്ണമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മുംബൈയിലെ CBFC സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പേര് ആ രീതിയിലേക്ക് തിരുത്തുകയായിരുന്നു. JSK സിനിമയ്ക്ക് അങ്ങനെ പ്രദർശനത്തിന് അനുമതി ലഭിച്ചു. ഇപ്പോൾ അഭിനന്ദ് പറഞ്ഞ പ്രകാരം പലയിടങ്ങളിലായി മ്യൂട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്ന ചിലയിടങ്ങളിലാണ്. അതുപോലെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എഡിറ്റ് ചെയ്ത വേർഷനാണ് ഇപ്പോൾ പ്രദർശനത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. സിനിമയുടെ പുതിയ പതിപ്പിലെ മാറ്റങ്ങളെല്ലാം തന്നെ സെൻസർ ബോർഡ് അംഗീകരിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. YS അഭിനന്ദ് വീണ്ടും ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ വി ജാനകി എന്ന പേര് വരുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ പേര് വി ജാനകി എന്നാണെങ്കിൽ എപ്പോഴും വി ജാനകി എന്ന് തന്നെ വിളിക്കേണ്ട അവസ്ഥ വരുമോ? ഈ ജാനകി എന്ന് വിളിക്കുന്ന ഭാഗങ്ങളാണോ മ്യൂട്ട് ചെയ്തത്? ഇത് കോടതി വിസ്താര ഭാഗമായിരുന്നു ഇതിനകത്ത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത്. കോടതി വിസ്താര ഭാഗത്ത് അഭിഭാഷകൻ ജാനകിയെ വിസ്തരിക്കുന്ന സമയത്ത് ജാനകി എന്ന അഭിസംബോധന ചെയ്യേണ്ട 8 ഭാഗങ്ങൾ തുടർച്ചയായി ഉണ്ടായിരുന്നു. അത് മ്യൂട്ട് ചെയ്യണമെന്നതായിരുന്നു സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ വെച്ച സത്യവാങ്മൂലം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഭാഗത്ത് മാത്രം ജാനകി വി എന്ന് ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള സ്ഥലത്ത് തുടർച്ചയായി ജാനകി എന്ന ഉള്ള സ്ഥലങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ആദ്യം പ്രദർശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ടൈറ്റിൽ മാറ്റി ഇപ്പോൾ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പകർപ്പും വിശദാംശങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നലെ സെൻസർ ബോർഡ് ഓഫീസ് സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് റീജിയണൽ സെൻസർ ബോർഡ് ഓഫീസ് അനുമതി നൽകി. പിന്നീട് പൂർണ്ണമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് മുംബൈയിലെ ഓഫീസിലേക്ക് ഇത് അയച്ചത്. ഇന്നും ായിട്ടും ഈ സിനിമ കണ്ടു. ഇതിനകത്ത് പുതുക്കിയ പതിപ്പിലുണ്ടായ മാറ്റങ്ങൾ വിശദമായി പരിശോധന ശേഷമാണ് ഔദ്യോഗികമായി അണിയറ പ്രവർത്തകരെ പ്രദർശന അനുമതി എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ ആശയക്കുഴപ്പമായിരുന്നു എന്തായാലും അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത്. അവസാനം വരെ സിനിമാ സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് സംഘടനകളെല്ലാം രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് ഒരു നിർദ്ദേശം വെക്കുന്നു. ഇത്തരത്തിൽ പേര് ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല, ജാനകി വി എന്ന രീതിയിലേക്ക് തന്നെ ആക്കണം. ജാനകി വിദ്യാധരൻ എന്നതാണ് ഈ കഥാപാത്രത്തിന്റെ പേര്. അതിനെ ചുരുക്കി ജാനകി വി എന്ന കൂടി പ്രദർശിപ്പിക്കണമെന്ന ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. ആ സത്യവാങ്മൂലത്തിന്റെ അവസാനം വരെ ഇത് അംഗീകരിക്കില്ല നിലപാടായിരുന്നു അണിയർ പ്രവർത്തകർ സ്വീകരിച്ചത്. പക്ഷേ സാമ്പത്തികമായ നഷ്ടം കണക്കിലെടുത്ത് അത്തരത്തിലേക്ക് മാറ്റം വരുത്താമെന്ന് അണിയർ പ്രവർത്തകർ ഹൈക്കോടതിയിൽ അറിയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരക്കിട്ട നടപടികളിലേക്ക് അണിയർ പ്രവർത്തകർ കടക്കുന്നു. റീ എഡിറ്റിംഗ് ജോലികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിലേക്ക് സമർപ്പിച്ചു. സെൻസർ ബോർഡിന്റെ റീജിയണൽ സെൻസർ ബോർഡിന്റെ അംഗീകാരത്തിന് ശേഷം അത് CBFC മുംബൈയിലെ CBFC ഓഫീസിലേക്ക് അയച്ചു. ഒടുവിൽ പ്രദർശനാനുമതി എന്ന കാര്യം ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ആയി ഇമെയിൽ മുഖേന ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ റിലീസിനെത്തും എന്ന് തന്നെയാണ് അണിയർ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. സംവിധായകന്റെ പ്രതികരണം അല്പസമയം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് സിനിമാ സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് സമൂഹത്തിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്തു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി തന്നെ അത് മാറുന്ന സാഹചര്യം. അതിനിടയിൽ തന്നെയാണ് എല്ലാത്തിനും ഒടുവിൽ അണിയറ പ്രവർത്തകർ ജാനകി വി എന്ന പേരിലേക്ക് എത്താനും ഈ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ടൈറ്റിലോടുകൂടി തിയേറ്ററുകളുടെ റിലീസിലെത്താമെന്ന നിലപാടിലേക്ക് കാര്യങ്ങളെത്തി. 8 ഭാഗത്താണ് ഇപ്പോൾ മാറ്റം വരുന്നത്. പുതുക്കിയ പതിപ്പിൽ 8 ഭാഗത്തെ മാറ്റങ്ങളിൽ 6 ഭാഗത്ത് ജാനകി എന്ന് തുടർച്ചയായി വിളിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗം പൂർണ്ണമായി മ്യൂട്ട്. 2 ഭാഗത്ത് നിങ്ങൾ എന്നുകൂടി ചേർത്തുള്ള പുതുക്കിയ പതിപ്പായിരിക്കും ഉണ്ടാകുക. ഇതിന്റെ പശ്ചാത്തലത്തെ അടക്കം ബാധിക്കുമെന്നുള്ള ആശങ്ക ഇന്നലെ അണിയർ പ്രവർത്തകർ വ്യക്തമാക്കി.
വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സംവിധായകന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മിത, അഭിനന്ദ് സംവിധായകന്റെ മാത്രമല്ല മറ്റു പലരുടെയും പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൽ വലിയ ചർച്ചയായതാണ്. ഇതൊരു സിനിമാ മേഖലയിൽ മാത്രം ഉള്ള ചർച്ചയായി ഒതുങ്ങി നിന്നില്ല. ഓരോ സമൂഹത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ കോണിലും, കാരണം നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാലം, ആ കാലഘട്ടത്തിന്റെ സിനിമ എന്ന് പറയുമ്പോൾ കാലത്തിന് മുന്നേ നടക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന വലിയൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഒരുപാട് രണ്ട് രീതിയിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് ചർച്ചകൾ, അത് വലിയ വിവാദത്തിലേക്ക് വലിയ പ്രതിഷേധത്തിലേക്ക് ഒക്കെ തന്നെ പോയതാണ്. അപ്പോഴാണ് ഈ രീതിയിൽ ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്ത മാറ്റങ്ങളെല്ലാം അംഗീകരിച്ച് ഇപ്പോൾ CBFC സെൻസർ ബോർഡ് അംഗീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എപ്പോഴാണ് ചിത്രം പ്രദർശനത്തിന് എത്തുക, ഇക്കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. കാരണം സ്വാഭാവികമായിട്ടും ഈ ചിത്രത്തിൽ എന്താണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദത്തിലേക്ക് വഴിവെച്ചത്, പേര് മാത്രമാണോ അതോ അതിനകത്തെ കണ്ടന്റ് എന്താണ്, ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും അകത്തുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുക എന്നുള്ളത് പലരെയും സംബന്ധിച്ച് ആ സിനിമ കണ്ടാൽ അതിൽ എന്തെല്ലാം ഉണ്ട്, ഈ എഡിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു, ഇതറിയാനുള്ള ഒരു കൗതുകം നമുക്കൊപ്പം നമ്മുടെ മനസ്സിലുണ്ട്.